ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത തേങ്ങ അരയ്ക്കാത്ത മാങ്ങാക്കാളിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്റെ വീട്ടിൽ വെക്കുന്ന ഒരു കറിയാണ് ഇത്. ഇതിന് വീട്ടില് മാങ്ങ മുളകിട്ടതെന്നും വിളിക്കാറുണ്ട്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഇതിനു വേണ്ടി 3 മീഡിയം സൈസിലുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. മീഡിയം പുളിയുള്ളതാണ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ലത്. അതിതാ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കറിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മൺചട്ടിയാണ്. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർക്കണം. ഇതിൽ കടുകും ഉലുവയും നല്ലോണം വേണം കേട്ടോ. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് മീഡിയം സ്പൈസി ആയിട്ടുള്ളത് അതും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും പച്ചപ്പ് ഒന്ന് മാറുന്നത് വരെ. ഇഞ്ചി ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഏകദേശം ഒരു 10-15 സെക്കൻഡ് ഇതിനെടുക്കുള്ളൂ. ശേഷം 3-4 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒരു 5-8 സെക്കൻഡ് നേരം മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം നമ്മൾ മുറിച്ചു വെച്ച മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ചുമന്ന മുളക് പൊടിയും ചേർക്കാം. കൂടെ തന്നെ പാകത്തിന് കല്ലുപ്പും കൂടെ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മാങ്ങ കഷ്ണങ്ങളിലേക്ക് ആ മസാലപ്പൊടികളും ഉപ്പും എണ്ണയും നന്നായി പെരണ്ട് വരുന്നത് പോലെ ഇളക്കി കൊടുക്കുക. ഇതായിപ്പോൾ ആ ഒരു പാകത്തിനായിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ലെവലിനനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. ഇതായിപ്പോൾ ഒരു 3.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. എല്ലാം ഉടച്ച് കലക്കണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതായിപ്പോൾ അതിന്റെ ചാറും കട്ടി ആയിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി കട്ടി ആക്കണം എന്നുണ്ടെങ്കിൽ തുറന്നു വെച്ച് ഒരു 30 സെക്കൻഡ് കൂടെ ഇളം തീയിലിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഒരു ടേസ്റ്റിന് വേണ്ടി 1/4 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാക്കാളൻ, തേങ്ങ അരയ്ക്കാത്ത മാങ്ങാക്കാളൻ റെഡിയാണ്. അപ്പൊ എല്ലാരും വീട്ടില് ഇതുപോലെ വെച്ച് നോക്കണേ. ഇനി അഥവാ ഇതുപോലെ സിമിലർ കറികൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെന്താണെന്നും അതിന്റെ റെസിപ്പി എന്താണെന്നും കൂടി ഒന്ന് കമന്റിൽ ഇട്ടേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.